ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന് അറിഞ്ഞിട്ടും അതിന്ന് ഇറങ്ങിപ്പോരാൻ ആഗ്രഹം ഉണ്ടായിട്ടും പലരും അത് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അവരോട് സമൂഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ട്, അവരുടെ പാരൻസോ ഫ്രണ്ട്സോ ഫാമിലിയോ പറഞ്ഞിട്ടുണ്ടാവും, നീ അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ, നീ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ നീ ഇതിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ നമ്മുടെ സമൂഹം നിന്നെ എങ്ങനെയാണ് കാണുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇത് ഇമ്പോസ്റ്റർ സിൻഡ്രോം നന്നായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ സ്വയം വിചാരിക്കും, എനിക്ക് ഇതിൽ കൂടുതൽ നല്ലത് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാനാണ് പ്രശ്നം എങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെങ്ങനെയൊക്കെയോ ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ മനുഷ്യരും റെസ്പെക്റ്റും സ്നേഹവും സന്തോഷവും ഒക്കെ അർഹിക്കുന്നുണ്ട്. ഓരോരുത്തരും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചിട്ട് അവരുടെ എക്സ്പെക്ടേഷന് വേണ്ടി ജീവിക്കാൻ നിന്നിട്ടുണ്ട്. അവരുടെ ലൈഫാണ്, മറ്റുള്ളവരുടെ ലൈഫല്ല അത്. ഇനിയിപ്പോൾ ഇവർ പിരിയാൻ തീരുമാനിച്ചാൽ തന്നെ അത് വളരെ പീസ്ഫുള്ളായിട്ടൊന്നും പിരിയില്ല. ഒരുപാട് കെയോസ് ഉണ്ടാവും, ഒരുപാട് ബ്ലെയിം ഉണ്ടാവും, ഒരുപാട് ജഡ്ജ്മെന്റ് ഉണ്ടാകും. അവിടെ നിങ്ങൾ ഇത്ര ഇമ്പോസ്റ്റർ ഫീലിംഗ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാവില്ല. നിങ്ങളും ബെറ്റർ കാര്യങ്ങൾ, കുറച്ചുകൂടി സ്നേഹവും സപ്പോർട്ടും റെസ്പെക്റ്റും ഒക്കെ നിങ്ങളും ഡിസേർവ് ചെയ്യുന്നുണ്ട്.